നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൽ എല്ലാവർക്കും പുതിയൊരു പ്രതീക്ഷ നൽകി മാർക്കറ്റ് ഏഴാം ദിവസവും നല്ല രീതിയിലുള്ള കുതിർപ്പ് തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നും കണ്ടത്. ഇന്ന് നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിന്റ് ഉയർന്ന് 23,650 എന്നുള്ള ലെവലിലും ബാങ്ക് നിഫ്റ്റി 1,100 പോയിന്റ് ഉയർന്ന് 51,700 എന്നുള്ള ഒരു നിലയിലുമാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറുകയുണ്ടായി. ഏതായാലും കഴിഞ്ഞ കുറേയധികം മാസങ്ങളിലായിട്ട് ഉണ്ടായിരുന്ന ഒരു സെൽ ഓഫിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമം ആയെന്ന് ഇപ്പം പറയാം നമുക്ക്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ 26,250 എന്നുള്ള നിലയിൽ നിന്നും 22,000-ന് താഴെ വരെ വന്നിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റി 54,400 എന്നുള്ള നിലയിൽ നിന്നും 47,700 എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നിരുന്നു. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ട പല വീഡിയോകളിലും പല വാർത്തകളും ഒക്കെ വന്നിരുന്നത് വളരെ നെഗറ്റീവായിട്ടായിരുന്നു. എന്നാൽ അതിൽ ചിലരൊക്കെ യാഥാർത്ഥ്യബോധത്തോടുള്ള വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. അതും നല്ലൊരു കാര്യമായിരുന്നു. സത്യത്തിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? അതായത് 2020-ന് ശേഷം ഉണ്ടായ വളരെ ബുള്ളിഷായ മാർക്കറ്റ്, ഓൾ ടൈം ഹൈ ആയ മാർക്കറ്റ്, അതായത് നിഫ്റ്റി 26,250 വരെ വന്നിരുന്നു. ബാങ്ക് നിഫ്റ്റി 54,400 വരെയും വന്നിരുന്നു. അതായത് 5 വർഷമായിട്ട് കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ്. ആ ഒരു കാലയളവിൽ ആർക്കും തന്നെ നഷ്ടത്തിന്റെ കഥകളൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് പുതിയ ഇൻവെസ്റ്റേഴ്സ്, അതായത് 2020-ന് ശേഷം വന്നവർ. കാരണം ഇൻവെസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം മുതൽ തന്നെ അവർക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു മാർക്കറ്റിൽ. അത്രയ്ക്കും ബുള്ളിഷ് ആയിരുന്നു. ഇത്തരത്തിലുള്ള നല്ല ഉയരങ്ങൾ നിൽക്കുന്ന ഒരു മാർക്കറ്റ്, അതായത് ഹെവി പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കാം എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. 2024 അവസാനത്തോടു കൂടി വരും ക്വാർട്ടറിൽ GDP കുറയും എന്നുള്ളൊരു ന്യൂസും, കോർപ്പറേറ്റ് റിസൾട്ട് വളരെ പ്രതീക്ഷിച്ചത്ര മെച്ചപ്പെടില്ല എന്നുള്ളൊരു ന്യൂസും ഒക്കെ വന്നിരുന്നു. അതുകൂടാതെയാണ് US എലക്ഷൻ നടക്കാൻ പോകുന്നതും അങ്ങനെ ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ ഫണ്ടുകൾ എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങിയത്. അതൊരു വലിയ ക്രാഷിലേക്ക് നയിക്കുകയും ചെയ്തു. മാർക്കറ്റ് എല്ലായ്പ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം, അതായത് GDP, കോർപ്പറേറ്റ് ഏർണിങ്സ്, ഇതെല്ലാം മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ തന്നെ നെഗറ്റീവ് ആയിരുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും അത് ആ ഒരു ക്വാർട്ടറിൽ നെഗറ്റീവ് ആയിരുന്നു. അതുകൂടാതെ US എലക്ഷൻ കഴിഞ്ഞു. അവിടെ ഉണ്ടായ താരിഫ് പരിഷ്കാരങ്ങൾ അതെല്ലാം മാർക്കറ്റ് ഇടിവിന് ആക്കം കൂട്ടുകയും ചെയ്തു. ആ ഒരു സെൽ ഓഫ് അത് മാർക്കറ്റിനെ 6 മാസത്തെ താഴ്ചയിലാണ് എത്തിച്ചത്. ഈ സമയങ്ങളിൽ ഹോൾഡിങ്ങിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ വിറ്റവരും, അതുപോലെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന SIPകൾ അത് പ്രോഫിറ്റ് കുറഞ്ഞപ്പോൾ അത് വിറ്റ് ഒഴിവായവരും ഒരുപാടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 2020-ന് ശേഷം വന്ന ആർക്കും മാർക്കറ്റിൽ ഒരു കറക്ഷൻ എന്താണെന്ന് അറിയില്ല. അവരിങ്ങനെ ഒരു സെൽ ഓഫ് ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു ക്രാഷ് അല്ലായിരുന്നു, ഇതൊരു കറക്ഷൻ മാത്രമായിരുന്നു. ഉയർന്നു നിൽക്കുന്ന മാർക്കറ്റിൽ സാധാരണയായി ഉണ്ടാകുന്ന ഒരു കറക്ഷൻ മാത്രമായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നു. അവിടുന്ന് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ഒരു മുന്നേറ്റം പഴയ പോലെ ഒരു വൻ റാലികളായി മാറുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് അതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു റാലിയാകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് സത്യം. കാരണം പെട്ടെന്നുണ്ടായ ഒരു മുന്നേറ്റത്തിന് വളരെ ലളിതമായ ഒരു കാരണം മാർക്കറ്റ് വളരെയധികം ഡിസ്കൗണ്ടഡ് ആയിരുന്നു എന്നത് തന്നെയാണ്. മിക്ക ക്വാളിറ്റി സ്റ്റോക്കുകളും വളരെ നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു ബൈങ് ഇൻട്രസ്റ്റ് വരാം എന്നുള്ളത് ഉറപ്പായിരുന്നു. കൂടാതെ വലിയ ഷോർട്ട് പൊസിഷൻ എല്ലാം തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ, അതായത് ചെറിയൊരു റെസിസ്റ്റൻസ് കഴിഞ്ഞ് മുന്നേറിയപ്പോൾ അതൊരു സ്ക്വയർ ഓഫ് ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്തു. അത് കാരണം മാർക്കറ്റ് വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഈ ഒരു മുന്നേറ്റത്തിന് ഒരു കാരണമാണ്. ഇനി മുന്നോട്ടുള്ള ഒരു നീക്കത്തിൽ നിഫ്റ്റിക്ക് 23,800, അത് കഴിഞ്ഞാൽ 24,200 എന്ന നല്ലൊരു റെസിസ്റ്റൻസ് ആണുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിക്ക് 52,000 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഈ പറഞ്ഞ ലെവലുകൾക്ക് അപ്പുറം മാർക്കറ്റ് ഒരു സ്ഥിരത കൈവരിക്കുകയാണെങ്കിൽ അത് നല്ലൊരു പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് എല്ലായ്പ്പോഴും അഡ്വാൻസ്ഡ് ആണ്. അതായത് സെൽ ഓഫ് ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾ നല്ല പ്രൈസിലാണുള്ളത്. കൂടാതെ നെക്സ്റ്റ് ക്വാർട്ടർ GDP ഒരു പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് നമുക്ക് വരുന്ന ന്യൂസുകൾ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് റിസൾട്ടുകളും നല്ല രീതിയിൽ ആയിരിക്കും എന്ന് നമുക്ക് വാർത്തകളിലൊക്കെ കാണുന്നു. പിന്നെ ഏറ്റവും വലിയ ഒരു അൺസർട്ടനിറ്റി ആയി നിന്നിരുന്നത് US താരിഫ് പ്രോബ്ലം തന്നെയാണ്.
അതായത് മത്സരിച്ച് ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. അതായത് ചില രാജ്യങ്ങൾക്കെതിരെ 100%, 150% എന്നുള്ള രീതിയിലൊക്കെ ഓരോ ഓരോ പ്രൊഡക്റ്റിനും താരിഫ് കൊണ്ടുവരുന്നു. ആ രാജ്യങ്ങൾ തിരിച്ചും അതുപോലെ ചെയ്യുന്നു. അത് മാർക്കറ്റ് തകരാൻ നല്ലൊരു കാരണം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് അത് ഒന്ന് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ രാജ്യങ്ങൾക്കെതിരെ ടാക്സ് ചുമത്തുന്നതും തിരിച്ച് ടാക്സ് ചുമത്തുന്നതും അതാത് രാജ്യങ്ങളിൽ വിലക്കയറ്റത്തിന് കാരണമാകുകയും അത് ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതിനാൽ ഇതെല്ലാം ചർച്ചകൾക്ക് വിധേയമാകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് രാജ്യത്ത് എന്തായാലും പോവില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് വിധേയമാകും എന്നുള്ളത് കൊണ്ട് അതിനൊരു പരിഹാരവും ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു താരിഫിന്റെ പ്രോബ്ലം ഇനി മാർക്കറ്റിൽ വലിയതായിട്ട് ഒരു എഫക്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന താരിഫ് പരിഷ്കാരത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ഏപ്രിൽ 2-നാണ് US പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് കേൾക്കാൻ പറ്റുന്നത്. അത് താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുമെങ്കിലും പക്ഷേ സ്ഥിരമായിട്ടുള്ളൊരു കറക്ഷൻ ഒന്നും അത് കാരണമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു റാലി നടന്നില്ലെങ്കിലും ചെറിയ ചെറിയ അതായത് പടിപടിയായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു കാലയളവിൽ ഉണ്ടായ കറക്ഷനിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴും പറയുന്നത് പോലെ കറക്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് സത്യം. അത് കാരണങ്ങൾ മനസ്സിലാക്കി ബൈ ഓൺ ഡിപ്പ് എന്ന മെത്തേഡാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഒരു പൊസിഷണൽ ട്രേഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ട്രേഡർ ആയിക്കോട്ടെ, ലോങ് ടേം ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഫോക്കസ് ചെയ്യേണ്ടത് ബൈ ഓൺ ഡിപ്പ് എന്നുള്ളൊരു മെത്തേഡ് തന്നെയാണ്. ഓരോ സപ്പോർട്ടിലും ബൈ ചെയ്യുക, അത് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. സിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ഹോൾഡ് ആയി പോകും. പിന്നെ അത് റിക്കവർ ആയി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക വേണം. അത് കുറച്ച് റിസ്ക് ആണ്. അതുപോലെ എത്ര കറക്ഷൻ ഉണ്ടായാലും നല്ല രീതിയിൽ പോകുന്ന SIP-കൾ, അതായത് നല്ല ഫണ്ടുകൾ, അത് ഹോൾഡ് ചെയ്യുക തന്നെ വേണം. എന്നാലേ ഈ ഇതിനുള്ള റിക്കവർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജി നമ്മൾ പിന്തുടരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിന്റെ ഉയർച്ച ആസ്വദിക്കുന്നത് പോലെ അതിന്റെ താഴ്ചയും കറക്ഷനും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഏതായാലും മാർക്കറ്റ് നല്ല രീതിയിൽ കറക്ഷൻ നടന്ന് അവിടുന്ന് റിക്കവർ ആയി അന്ന് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ. അങ്ങനെ ചെയ്തവർക്ക് എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു ആഴ്ചത്തെ മാർക്കറ്റ്. എന്തായാലും അവസാനമായിട്ട് ഒന്ന് പറയാനുള്ളത്, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിനാണ്, അല്ലെങ്കിൽ വളരാൻ സാധ്യതയുള്ള ഒരു വൃക്ഷത്തിനാണ് നമ്മൾ വെള്ളവും വളവും കൊടുക്കേണ്ടത്. അല്ലാതെ വളർന്നു വലുതായി ഫലങ്ങൾ തരുന്ന ഒരു വൃക്ഷത്തിന് വെള്ളവും വളവും നൽകിയാലും അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടണമെന്നില്ല. കൂടാതെ അത് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ തകർന്നു വീഴാനോ ആണ് സാധ്യത കൂടുതൽ. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്താവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കറക്ഷനിൽ നമ്മൾ പാനിക്കായി സെല്ല് ചെയ്തവരും അല്ലെങ്കിൽ പേടിച്ചിട്ട് വാങ്ങാതിരുന്നവരും ഇനിയൊരു കറക്ഷൻ ഉണ്ടാവുമ്പോൾ അതൊരു അവസരമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എല്ലാവർക്കും താല്പര്യം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.